വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം അധ്യായം 3. ഹെബ്രോണിൽ ദാവീദിന് ജനിച്ച പുത്രന്മാർ ഇവരായിരുന്നു. ജസ്രേൽക്കാരി അഹിനോവാമിന്റെ ആദ്യജാതനായ അമ്നോൻ, രണ്ടാമൻ കാർമലുകാരി അബിഗായിലിന്റെ ദാനിയേൽ, മൂന്നാമൻ ഗഷൂർ രാജാവായ തൽമായുടെ മകൾ മാഖായുടെ മകൻ അബ്സലോം, നാലാമൻ ഹഗ്ഗീത്തിന്റെ പുത്രനായ അദോനിയ, അഞ്ചാമൻ അബിതാലിന്റെ മകൻ ഷഫാത്തിയ, ആറാമൻ അവന്റെ ഭാര്യ എഗ്ലായുടെ മകൻ ഇത്രയാം. ഹെബ്രോണിൽ അവന് 6 പേർ ജനിച്ചു. 7 വർഷവും 6 മാസവും അവൻ അവിടെ ഭരിച്ചു. ജെറൂസലേമിൽ 33 വർഷവും ഭരിച്ചു. ജെറൂസലേമിൽ അവന് ജനിച്ചവർ ഇവരായിരുന്നു: ഷിമയ, ഷൊവാബ്, നാഥാൻ, സോളമൻ. ഈ 4 പേരും അമിയേലിന്റെ മകൾ ബത്ശുവായിൽ ഉണ്ടായവരായിരുന്നു. പിന്നീട് ഇബ്ഹാർ, എലിഷാമ, എലിഫാലെത്ത്, നോഖ, നേഫഖ്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫലെത്ത്, ഇങ്ങനെ 9 പേർ. ഇവരെല്ലാം ദാവീദിന്റെ പുത്രന്മാരായിരുന്നു. കൂടാതെ ഇവരുടെ സഹോദരിയായ താമാറും ഉപനാരികളുടെ മക്കളും ഉണ്ടായിരുന്നു. സോളമന്റെ പുത്രനായിരുന്നു റെഹോബോവാം. അവന്റെ പുത്രൻ അബിയ, അവന്റെ പുത്രൻ ആസ, അവന്റെ പുത്രൻ യഹോഷാഫാത്ത്, അവന്റെ പുത്രൻ യോറാം, അവന്റെ പുത്രൻ അഹസിയ, അവന്റെ പുത്രൻ യോവാഷ്, അവന്റെ പുത്രൻ അമാസിയ, അവന്റെ പുത്രൻ അസറിയ, അവന്റെ പുത്രൻ യോത്താം, അവന്റെ പുത്രൻ ആഹാസ്, അവന്റെ പുത്രൻ ഹെസക്കിയ, അവന്റെ പുത്രൻ മനാസെ, അവന്റെ പുത്രൻ ആമോൻ, അവന്റെ പുത്രൻ ജോസിയ. ജോസിയായുടെ പുത്രന്മാർ: ആദ്യജാതൻ യോഹന്നാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സദക്കിയ, നാലാമൻ ഷെല്ലൂം. യഹോയാക്കീമിന്റെ പുത്രന്മാർ: പുത്രൻ യെക്കോണിയ, അവന്റെ പുത്രൻ സദക്കിയ. തടവുകാരനായ യെക്കോണിയയുടെ പുത്രന്മാർ: അവന്റെ പുത്രൻ ഷെലാത്തിയേൽ, മൽക്കീറാം, പെദായിയ, ഷെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ. പെദായിയുടെ പുത്രന്മാർ: സെറുബാബേലും ഷിമേയിയും. സെറുബാബേലിന്റെ പുത്രന്മാർ: മെഷുല്ലാമും ഹന്നനിയായും. ഷെല്ലോമിത്ത് അവരുടെ സഹോദരിയായിരുന്നു. കൂടാതെ ഹഷൂബ, ഓഖേൽ, ബറാക്കിയ, ഹസാദിയ, യശ്ബത് ഹെസദ് എന്നീ 5 പേരും. ഹന്നനിയായുടെ പുത്രന്മാർ: പലത്തിയായും ഏശയായും. കൂടാതെ റഫായിയുടെ പുത്രന്മാർ: അർനാന്റെ പുത്രന്മാർ, ഒബാദിയുടെ പുത്രന്മാർ, ഷെക്കിനിയയുടെ പുത്രന്മാർ എന്നിവരും. ഷെക്കിനിയയുടെ പുത്രൻ ഷെമായിയ ആയിരുന്നു. ഷെമായയുടെ പുത്രന്മാർ: ഹെത്തൂഷ്, ഇഗാൽ, ബറിയ, നെയാറിയ, ഷാഫത്ത്. അങ്ങനെ ഷെക്കാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ: എലിയോവേനായ്, ഹിസ്കിയ, അസ്രിക്കാം എന്നിങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ: ഹൊദേവിയ, ഇലിയാഷിബ്, പെലിയ, അക്കൂബ്, യോഹന്നാൻ, ദലായ, അന്നാനി എന്നിങ്ങനെ 7 പേർ. 1 ദിനവൃത്താന്തം അധ്യായം 4. യൂദായുടെ പുത്രന്മാരായിരുന്നു പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷൊവാൽ എന്നിവർ. ഷോവാലിന്റെ പുത്രൻ റയായ യാഹത്തിനെ ജനിപ്പിച്ചു. യാഹത്ത് അഹുമായെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവയാണ് സൊറാത്തുകാരുടെ കുടുംബങ്ങൾ. ഏത്താമിന്റെ പിതാവായ ഇസ്രേൽ, ഇഷ്മ, ഇദ്ബാഷ് എന്നിവരും. ഇവരുടെ സഹോദരിയുടെ പേര് ഹസലേൽ പോനി. ഗദോറിന്റെ പിതാവ് പെനുവേൽ, ഹൂഷായുടെ പിതാവ് ഏസർ എന്നിവരും. ബെത്ലഹേമിന്റെ പിതാവായ എഫ്രാത്തയുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരായിരുന്നു. തെക്കോവായുടെ പിതാവായ അഷ്ഹൂറിന് ഹെല, നാര എന്ന 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാര അവന് വേണ്ടി അഹൂസാം, ഹേഫർ, തേമിനി, ഹാഹഷ്, താരി എന്നിവരെ പ്രസവിച്ചു. ഇവരാണ് നാരായുടെ പുത്രന്മാർ. സേരത്ത്, സോഹർ,
എത്നാൻ എന്നിവർ ഹെലായുടെ പുത്രന്മാരായിരുന്നു. കോസ് അനൂബിന്റെയും സൊബേബായെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളെയും ജനിപ്പിച്ചു. യാബേസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബേസ് എന്ന് പേര് വിളിച്ചു. യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് ഇപ്രകാരം വിളിച്ചപേക്ഷിച്ചു: അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കിയിരുന്നെങ്കിൽ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും തിന്മ എന്നെ വേദനിപ്പിക്കാതെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന് യാചിച്ചത് ദൈവം അവന് നൽകി. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീനെ ജനിപ്പിച്ചു. അവൻ എഷ്തോന്റെ പിതാവാണ്. എഷ്തോൻ ബേദ്രഫ, പാസേയാഹ്, ഈർനഹാഷിന്റെ പിതാവ് തെഹിന്ന എന്നിവരെ ജനിപ്പിച്ചു. ഇവർ രേഖാ പൗരന്മാരാണ്. കെനസിന്റെ പുത്രന്മാർ ഒത്തിനിയേലും സെരായിയും ആയിരുന്നു. ഒത്തിനിയേലിന്റെ പുത്രന്മാർ ഹത്താത്തും മെയോനോത്തായിയും. മെയോനോത്തായി ഓഫ്രയെ ജനിപ്പിച്ചു. സെരായ ഗേഗരിഷിമിന്റെ പിതാവായ യോവാബിനെ ജനിപ്പിച്ചു. കാരണം അവർ കരകൗശല തൊഴിലാളികളായിരുന്നു. യെഫുന്നയുടെ മകനായ കാലബിന്റെ പുത്രന്മാർ ഈരു, ഏല, നം എന്നിവരായിരുന്നു. കെനസ് ഏലായുടെ പുത്രനായിരുന്നു. യഹല്ലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തുറായ, അസറേൽ എന്നിവരായിരുന്നു. എസ്സായുടെ പുത്രന്മാർ യെത്തേർ, മേരദ്, ഏഫർ, യാലോൺ എന്നിവരായിരുന്നു. അവൾ മിരിയാം, ഷമായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവരെ ഗർഭം ധരിച്ചു. മേരദ് വിവാഹം കഴിച്ച ഫറവോയുടെ പുത്രി ബിത്തിയയുടെ മക്കളായിരുന്നു ഇവർ. ഗദോറിന്റെ പിതാവായ യേരദ്, സൊക്കയുടെ പിതാവായ ഹേബർ, സനോഹയുടെ പിതാവായ യക്കൂത്തിയേൽ എന്നിവരെ യൂദാക്കാരിയായ അവന്റെ ഭാര്യ പ്രസവിച്ചു. ഗർമുകാരനായ കെയിലായുടെ പിതാവായ നാഹമിന്റെ സഹോദരിയും മാഖാത്തുകാരനായ എഷ്തെമോവായും ഹോദിയയുടെ ഭാര്യയുടെ പുത്രന്മാരാണ്. ഷിമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹനാൻ, തീലോൻ എന്നിവരായിരുന്നു. ഈഷിയുടെ പുത്രന്മാരായിരുന്നു സോഹെദും ബെൻസോഹെദും. യൂദായുടെ മകൻ ഷേലായുടെ പുത്രന്മാർ ലേഹായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ, ബേത് അഷ്ബേയയിലെ ചണപ്പണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം, കൊസേബ പൗരന്മാർ മൊവാബും യശ്വിലേഖുമും ഭരിച്ച സാറഫ് എന്നിവരായിരുന്നു. ഇത് പഴയ കാര്യങ്ങളാണ്. ഇവർ നെഥായും ഗദര എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തിരുന്നു. ശിമയോന്റെ സന്തതികൾ. ശിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യമീൻ, യറീബ്, സേരഹ്, സാവൂൾ എന്നിവരായിരുന്നു. സാവൂളിന്റെ പുത്രൻ ഷെല്ലൂം, അവന്റെ പുത്രൻ മിബ്സാം, അവന്റെ പുത്രൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ പുത്രൻ ഹമുവേൽ, അവന്റെ പുത്രൻ സക്കൂർ, അവന്റെ പുത്രൻ ഷിമേയി. ഷിമേയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഉണ്ടായിരുന്നില്ല. യഹൂദിയോളം അവരുടെ കുലങ്ങളൊന്നും പെരുകിയിരുന്നില്ല. അവർ ബെർഷെബ, മൊലാദ, ഹസാഷുവാൽ എന്നിവിടങ്ങളിൽ വസിച്ചു. കൂടാതെ ബിൽഹ, ഏസം, തോലാദ്, ബെത്തുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർക്കാബോദ്, ഹസസൂസിം, ബേത്ബെരി, ഷാറായിം എന്നിവിടങ്ങളിലും. ദാവീദ് രാജാവാകുന്നതുവരെ ഇവ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏത്താം, അയിൻ, റിമ്മോൻ, തോഹേൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങൾ അവരുടെ വാസസ്ഥലങ്ങളായിരുന്നു. കൂടാതെ ബാൽ വരെയുള്ള ഈ പട്ടണങ്ങളുടെ ചുറ്റുമുള്ള അവരുടെ എല്ലാ വാസസ്ഥലങ്ങളും. ഇവ അവരുടെ അധികാര വാസകേന്ദ്രങ്ങളായിരുന്നു. അവിടങ്ങളിൽ അവരുടെ പേര് ചേർക്കപ്പെട്ടിരുന്നു. മെഷോബാബ്, യാംലേക്ക്, അമസ്യായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിന്റെ പുത്രൻ സെരായ, പൗത്രൻ യോഷിബിയ, പ്രപൗത്രൻ യേഹു, എലിയോവേനായ്, യാക്കോബ, യശോഹയ, അസായ, അദിയേൽ, യസിമിയേൽ, ബെനായ, ഷെമായുടെ പുത്രൻ ഷിമ്രി, പൗത്രൻ യദായ, പ്രപൗത്രൻ അല്ലോൻ, അവന്റെ പുത്രൻ ഷിഫി, അവന്റെ മകൻ സീസ എന്നിവർ. നാമാവലിയിലുള്ള ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വളർന്നു പെരുകി.
തങ്ങളുടെ കാലിക്കൂട്ടങ്ങൾക്ക് മേച്ചിസ്ഥലം അന്വേഷിച്ച് അവർ ഗേദോറിന്റെ കവാടത്തിങ്കിലേക്ക് കിഴക്കേ താഴ്വര വരെ പോയി. അവിടെ പച്ചപ്പുള്ളതും നല്ലതുമായൊരു മേച്ചിസ്ഥലം, ഇരുവശങ്ങളിലേക്കും വിശാലമായതും സ്വസ്ഥവും ശാന്തവുമായൊരു ദേശം അവർ കണ്ടെത്തി. എന്നാൽ ഹാമിൽ നിന്നുള്ളവർ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു. യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് നാമാവലിയിൽ ചേർക്കപ്പെട്ട മേൽപ്പറഞ്ഞ കൂട്ടർ വന്ന് അവരുടെ കൂടാരങ്ങളും അവിടെ കണ്ടെത്തിയ മെയ്യൂനക്കാരെയും പ്രഹരിച്ച് ഉന്മൂലനാചാര വിധേയമാക്കി. അവരുടെ സ്ഥാനത്ത് ഇക്കൂട്ടർ ഇന്ന് വരെ വാസമുറപ്പിച്ചിരിക്കുന്നു. കാരണം ഇവരുടെ ആട്ടിൻപറ്റത്തിന് അവിടെ മേജസ്ഥലം ഉണ്ടായിരുന്നു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ അവരിൽ നിന്ന് ശിമിയോന്യരായ 500 പേർ സെയിർ മലയിലേക്ക് പോയി. രക്ഷപ്പെട്ട് അവിടെ ശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ ഇന്നുവരെ താമസമാക്കിയിരിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 34. ജനതകളെ കേൾക്കാൻ അടുത്തു വരുവിൻ, ജനപദങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയുമെല്ലാം ശ്രവിക്കട്ടെ. അതുപോലെ ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയൊക്കെയും. കാരണം എല്ലാ ജനതകൾക്കുമെതിരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വസൈന്യങ്ങൾക്കും നേർക്കാണ് കോപം. അവിടുന്ന് അവരെ നശിപ്പിച്ചിരിക്കുന്നു, അവരെ കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ നിഹതന്മാർ വലിച്ചെറിയപ്പെട്ടു. ആ മൃതശരീരങ്ങളുടെ ദുർഗന്ധം വമിക്കും. അവരുടെ രക്തത്തിൽ പർവ്വതങ്ങൾ കുതിരും. ആകാശ സൈന്യം മുഴുവൻ അഴുകിപ്പോകും. ആകാശം ചുരുൾ പോലെ തെറുക്കപ്പെടും. മുന്തിരിയിൽ നിന്ന് ഇല കൊഴിയുന്നത് പോലെയും അത്തിമരത്തിൽ നിന്ന് ദലം കൊഴിയുന്നത് പോലെയും അവരുടെ സൈന്യങ്ങളെല്ലാം വീണുപോകും. എന്തെന്നാൽ ആകാശങ്ങളിൽ വെച്ച് എൻ്റെ വാൾ ഉന്മത്തമായിരിക്കുന്നു. ഏദോമിനുമേൽ ഇതാ അത് ഇറങ്ങി വരും. ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ന്യായവിധിക്കായി തന്നെ. കർത്താവിൻ്റെ വാൾ രക്തം പുരണ്ടിരിക്കുന്നു. അത് മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. അത് മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. മുട്ടാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബൊസ്രായിൽ ഒരു ബലിയും ഏദോം ദേശത്ത് ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടി കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും നിബദിക്കും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ പൊടിമണ്ണ് കൊഴുപ്പ് കൊണ്ട് പൂരിതമാകും. എന്തെന്നാൽ കർത്താവിന് അത് പ്രതികാര ദിനമാണ്, സിയോന്റെ പോരാട്ടം സഫലീകരിക്കുന്ന വത്സരം. അവരുടെ അരുവികൾ കീലും അവളുടെ പൊടിമണ്ണ് ഗന്ധകവുമായി മാറും. അവളുടെ ദേശം കത്തുന്ന കീലായിത്തീരും. രാവും പകലും അത് ശമിക്കുകയില്ല. അതിന്റെ പുക എന്നേക്കും ഉയരും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. ഞാറപ്പക്ഷിയും മുള്ളൻ പന്നിയും അത് അവകാശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അതിൽ വസിക്കും. അവിടുന്ന് അതിന്മേൽ രൂപരാഹിത്യത്തിന്റെ ചരടും ശൂന്യതയുടെ തൂക്കുകട്ടകളും പിടിക്കും. അവിടെ ഒരു രാജ്യം ഇല്ല എന്ന് അതിന്റെ പ്രഭുക്കന്മാർ പ്രഖ്യാപിക്കും. അതിന്റെ അധികാരികളെല്ലാം ഇല്ലാതാകും. അതിന്റെ കൊട്ടാരങ്ങളിൽ മുള്ളുകളും അതിന്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞലും വളരും. അത് കുറുനരികളുടെ വസതിയും ഒട്ടകപക്ഷികളുടെ താവളവുമാകും. കാട്ടുമൃഗങ്ങൾ കുറുനരികളെ കണ്ടുമുട്ടും. കാട്ടാടുകൾ പരസ്പരം ഏറ്റുമുട്ടും. രാത്രിയിൽ ദുർഭൂതം അവിടെ വിശ്രമിക്കും. അവിടെ അത് വിശ്രമ സങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അതിന്റെ തണലിൽ ഒരുമിച്ച് ചേർക്കും. തീർച്ചയായും പരുന്തുകൾ അവിടെ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തേടി വായിക്കുക. ഇവയിൽ ഒന്നിനും കുറവുണ്ടായിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ അവിടുത്തെ അധരമാണ് കൽപ്പിച്ചത്, അവിടുത്തെ ആത്മാവ് തന്നെയാണ് ഒരുമിച്ച് കൂട്ടിയത്. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം അവർക്കായി ചരടുകൊണ്ട് അതിരിട്ടു. എന്നേക്കുമായി അവർ അത് കൈവശമാക്കും. തലമുറകളോളം അവർ അതിൽ വസിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 35.
മരുഭൂമിയും ഊഷരഭൂമിയും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പൂച്ചെടി പോലെ പുഷ്പിക്കുകയും ചെയ്യും. അത് സമൃദ്ധമായി പൂവിടുകയും ആലാപനത്തോടും ഉല്ലാസത്തോടും കൂടി ആനന്ദിക്കുകയും ചെയ്യും. ലെബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് നൽകപ്പെടും. അവ കർത്താവിന്റെ മഹത്വം, നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ഇടറുന്ന കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ആകുല ചിത്തരോട് പറയുവിൻ, ശക്തരാകുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവുമായി വരുന്നു. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ചെകിടരുടെ ബധിരത നീക്കപ്പെടും. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷിച്ച് ആർത്തു വിളിക്കും. എന്തെന്നാൽ മരുഭൂമിയിൽ ജലം പൊട്ടിപ്പുറപ്പെടും, വരണ്ട ഭൂമിയിൽ നീർച്ചാലുകളും. വരണ്ട നിലം ജലാശയമാകും, ദാഹാർത്തമായ ഭൂമി നീരുറവകളാകും. കുറുനരികളുടെ പാർപ്പിടം, അവയുടെ വാസസ്ഥലം പുല്ലും ഞാങ്കണയുമുള്ള പുൽത്തകിടിയാകും. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. ആ വഴി വിശുദ്ധ വീഥി എന്ന് വിളിക്കപ്പെടും. അശുദ്ധൻ അത് കടന്നു പോവുകയില്ല. അത് വഴിപോക്കർക്കുള്ളതായിരിക്കും. ഭോഷർക്ക് പോലും വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല, ഒരു ഹിംസ്ര ജന്തുവും പ്രവേശിക്കുകയില്ല. അവയെ അവിടെ കണ്ടെത്തുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അവിടെ ചരിക്കും. കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും തങ്ങളുടെ ശിരസിൽ ആനന്ദത്തോടും നിത്യമായ ആഹ്ലാദത്തോടും കൂടി സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. അവർ സന്തോഷവും ആനന്ദവും സ്വന്തമാക്കും, ദുഃഖവും നെടുവീർപ്പും പലായനം ചെയ്യും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇവ പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടി കെദ്രോൺ അരുവിയുടെ അക്കരെയെത്തി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റുകൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടി അവിടെ സമ്മേളിക്കുമായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്ന എല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാനാകുന്നു. അവനെ ഒറ്റുകൊടുത്ത യൂദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പ്രതിവചിച്ചു, ഞാനാകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ വൃത്തിനെ വെട്ടി അവന്റെ വലത്തു ചെവി ഛേദിച്ചു കളഞ്ഞു. ആ വൃത്തിന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ ഭാര്യ പിതാവായിരുന്നു. ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യാഫാസ് ആണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.